ബ്രദറെ, ഈ ചരിത്രമൊക്കെ എഴുതുന്നത് ആരാണ്? രാജാക്കന്മാരാണോ അതോ യുദ്ധം ജയിച്ചവരാണോ? അല്ല ബ്രദർ, ചരിത്രം കുറിക്കുന്നത് രാജാക്കന്മാരൊന്നുമില്ല. ഒരു തീരുമാനമെടുത്താല് അത് ചങ്കുറ്റത്തോടെ നടപ്പാക്കുവാൻ മുന്നോട്ട് നിൽക്കുന്നവരാണ് ചരിത്രം കുറിക്കുന്നത്. ഇന്ന് ഗിരിദീപം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മലങ്കര സഭയുടെ നിർണായകമായ നിമിഷത്തിലേക്കാണ്. അബ്ദേ ബാബയുടെ വരവ് ഒരു പാത്രിയാർക്കീസിന്റെ യാത്ര മാത്രമല്ല, ഒരു സഭയുടെ പ്രതീക്ഷയും കൂടിയാണ്. മലങ്കര സഭയുടെ ആഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒന്നായിരുന്നു സഭയുടെ ആത്മീയതയ്ക്ക് കരുത്തേക്കുന്ന കാത്തോലിക്ക സ്ഥാപനം. അതിനുവേണ്ടിയാണ് ആധ്യാത്മിക ബാബായെ മലങ്കരയിലേക്ക് ക്ഷണിച്ചത്. ദൈവഹിതമുള്ള ഓരോ യാത്രയ്ക്കും തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്, ഭീഷണി ഉണ്ടാകാറുണ്ട്. എങ്കിലും ഉദ്ദേമിഷ്യ ബാബ മലങ്കരയിലെത്തി. ആ സന്ദർഭത്തിൽ എല്ലാവരും സന്തോഷിച്ചു. എന്നാൽ ആ സമയത്ത് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായി. കാത്തോലിക്ക സ്ഥാപനത്തിന് ആധ്യാത്മിക ബാബ മടിക്കുന്നു. കാരണം കൂടെയുള്ള ചിലർ എതിർക്കുന്നു. അദ്ദേഹം തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പോലും തുറന്നു പറയുന്നു. അപ്പോൾ ചരിത്രം മാറ്റിയൊരു സംഭവം അവിടെ നടക്കുകയാണ്. അത് ശബ്ദമായിരുന്നു, മാർ ഇവാനിയോസ് പിതാവിൻ്റെതായിരുന്നു. അദ്ദേഹം ബാബ തിരുമേനി പറയുകയാണ്, ഞാൻ ബോംബെ വരെ അങ്ങയുടെ ഒപ്പം ഉണ്ടാകും, അങ്ങ് വാക്ക് ലംഘിക്കരുത്, വേണമെങ്കിൽ സ്വദേശം വരെ വരാം, ദൈവം നമ്മോടൊപ്പം ഉണ്ടാകും. ആ വാക്കുകൾ ഒരു മനുഷ്യന് ധൈര്യം നൽകി, ഒരു തീരുമാനത്തിന് ഉറപ്പ് നൽകി, ഒരു സഭയ്ക്ക് പ്രത്യാശ നൽകി. ഈ അധ്യായം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മാർ ഇവാനിയോസ് പിതാവ് തൻ സ്വന്തം പദവിക്ക് വേണ്ടിയല്ല സംസാരിച്ചത്, സ്വന്തം സഭയ്ക്ക് വേണ്ടിയാണ്, സഭയുടെ ഭാവിക്ക് വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഭയം കടന്നു വരാറുണ്ട്. സമ്മർദ്ദങ്ങൾ വരും, പിന്നോട്ട് പോയെന്ന് പറയുന്ന ശബ്ദങ്ങൾ കേൾക്കേണ്ടി വരും. എന്നാൽ ഇവിടെ മാർ ഇവാനിയോസ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ഭയം തീരുമാനിക്കരുത്, സത്യം വേണം നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഒരു ചരിത്ര സംഭവമല്ല, ഒരു ജീവിത പാഠമാണ്. വാഗ്ദാനം ചെയ്താൽ അത് പാലിക്കണം, ദൈവഹിതമാണെങ്കിൽ പിന്നോട്ട് പോകരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ഗിരിദീപം വെറും ഒരു ആത്മകഥ മാത്രമല്ല, ഇത് ധൈര്യം പഠിപ്പിക്കുന്ന പുസ്തകമാണ്, വിശ്വാസം പഠിപ്പിക്കുന്ന പുസ്തകമാണ്, സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന പുസ്തകമാണ്. ചരിത്രം മാറ്റിയത് അധികാരമല്ല, ഒരു വാഗ്ദാനം പാലിക്കപ്പെടുവാൻ ധൈര്യപ്പെട്ട ഒരു വിശ്വാസ ഹൃദയമാണ്. ഗിരിദീപത്തിലൂടെയുള്ള ഈ പ്രയാണം നമുക്ക് വീണ്ടും തുടരാം.